നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും, എന്തായാലും ഇഷ്ടപ്പെടും. Retro star. ഞാൻ സ്വയം ഇന്നത്തെ വിളിക്കുന്നത്. And today I've come here with that gem, and that is Dulquer Salmaan. വീണ്ടും മഹാനട്ടി ഞാൻ എന്നെ കൊണ്ട് പോയി, ഞാനില്ലെങ്കിൽ എന്നെ എല്ലാവരും പീരിയഡ് സ്റ്റാർ ആക്കും, മെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് വയ്യാതൊക്കെ പറഞ്ഞു, ഗോന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീണ്ടും പക്ഷെ എന്തായാലും നീ ഒന്ന് കേട്ട് നോക്കി. ശരിയാണ്. You also. 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നതെന്ന് അറിയാം. കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മൂമെൻ്റാണ്. അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ നാളേക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഹരിസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മൂവിയാണ്. We can't wait to see you in the movie and we'd love to hear what you have to say. നിങ്ങളുടെ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് കൊള്ളത്തില്ല. ഒന്നുകൂടെ നന്നായി കൈയടിച്ചേ, കേൾക്കട്ടെ. Let's welcome Bhagyashree and wish her the best of luck. Yeah, do it from your heart. Thank you so much. Ellarkum namaskaram. It's so beautiful to see all of you here today. Thank you so much for coming. Like, you know, it's just lifting up our energy and motivating us so much. So thank you so much for supporting us. Actually, last time I came in Kerala, I was in college, not knowing that I was going to be an actor someday, and not knowing that Kerala had one gem. And today I've come here with that gem, and that is Dulquer Salmaan. Genuinely speaking, he is one gem of an actor, one gem of a person. Working with him has truly been really grateful and amazing. So thank you, DQ, for supporting talent more than anything in the world. So thank you for giving space to all the newcomers out there, believing in their talent and taking the risk, because it was worth it, I think, no? So thank you so much. Thank you for having us. Thank you for coming. Please see you on the 14th, and I'm sure you're going to fall in love with the film. Thank you. Is there something about your character in the movie that you can give as a clue to you're an actress in the movie? Cinema are you Nadia? 14th of November. Only, huh? No clue, nothing. Kuch bhi nahi. 14th. You look stunning, so I'm sure we've seen the trailer and the teaser. You look amazing, and we can't wait to see your performance Thank as you so well. much. Thank you. Okay. നമസ്കാരം കൊച്ചി. എൻ്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണോ, ക്ഷമിക്കണം. എന്ത് പറ്റി? ഞാൻ IMDM ഷൂട്ട് ചെയ്തതാണ്. IMDM ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ചയുണ്ടാക്കി എൻ്റെ സൗണ്ട് പോയി. 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നതെന്ന് അറിയാം. എന്നാൽ ഇതെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് IMDM നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞാൻ എടുക്കുന്നുണ്ട്. കൊച്ചി തന്നെ മോസ്റ്റ് ദ ഷൂട്ട്. ഞാനിപ്പോൾ കാന്തനെ കുറിച്ച് സംസാരിക്കും. ഇത് എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 ഒരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നരേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞ സിനിമ എനിക്കൊരു ഡിന്നറിന് പോലുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ. പുള്ളിയോട് സാർ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കണം. അപ്പോൾ അത്രയും നീണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള നറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫിനായിട്ടാണ് ഒരു 4-5 മണിക്കൂർ എടുത്തു. ഒരു 10 മണിക്കൂർ കിട്ടുന്ന കേട്ടിട്ടാണ് ഞാനിതിന് നറേഷൻ കേൾക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് അങ്ങനെ തമിഴിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും. ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ഇതേവരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. എൻ്റെ ബ്രദറായ ഒരാളായി ഞാൻ ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമുണ്ട്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മൂമെൻ്റാണ്.
അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ്. സമുദ്രകനി സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു മെന്ററിനെ പോലെ ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ ഗോഡ് എനിക്ക് അത്രയും സ്നേഹം തരികയും എനിക്ക് അത്രയും റെസ്പെക്ട് തരികയും അത്രയും സ്പേസ് തരികയും ഞാൻ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സാധനമില്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇത്ര ഇഷ്ടമുള്ള ഇതിന് ശേഷം എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് കാലത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനി സാർ. അപ്പോൾ എല്ലാവരും അത്രയ്ക്ക് എനിക്കിത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും ഡിയർ ടു മീ. നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ വെറും 3.5 മിനിറ്റാണ്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീക്വൻസും ഒക്കെ ഉണ്ടാവും. നല്ല മ്യൂസിക്കാണ്. ഇതൊരു സെൽവമണി സെൽവരാജ് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയ ടാലൻറ്റ്. എനിക്ക് തോന്നുന്നു ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും. അദ്ദേഹം ഇന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷൻ ബിസിയാണ്. അല്ലെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ വീരപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും നമുക്ക് കണ്ടു നോക്കുക. അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത്. അദ്ദേഹത്തിന് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. ഞങ്ങളിത് ഈ 6 കൊല്ലമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീട് ഒരു 5-6 മാസം ഇതിൻ്റെ ഷൂട്ടിലും ഒരു 10 മാസം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല. ഇനി എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരു 6 കൊല്ലം എടുത്താൽ ഞാൻ ഒരു 50 വയസ്സെടുത്താവും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിട്ടുക. പക്ഷേ every moment, every second we spent on this film has been absolutely worth it. ഭാഗ്യശ്രീ ഗോഡ്സെ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഭാഗ്യശ്രീയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു 5-6 മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത്. അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത്. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ 2 സിനിമയൊക്കെ അഭിനയിച്ച് ഇപ്പോൾ തന്നെ ഒരു വലിയ സ്റ്റാറാണ്. നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. പക്ഷെ എന്നാൽ ഞങ്ങൾ എല്ലാവരും ഇതിന് പറയും ആദ്യം കണ്ടുപിടിച്ച ഞങ്ങളാണ്. ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല. ഭാഗ്യശ്രീയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസും ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ. ഞാൻ ആരെങ്കിലും മിസ് ചെയ്യുന്നത് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത്, ജോൺ വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും. പിന്നെ എനിക്കും റാണയ്ക്ക് ഇതുപോലെ ആർട്ടിസ്റ്റിക്കലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ്. അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ടപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം അവരത്രയും പ്രശ്നത്തിലാണ്. അവിടെ എല്ലാവരും പ്ലീസ് നമ്പർ എല്ലാവരും പോയി സിനിമ കാണണം. ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് ഇവരെ ചാൻസ്. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും, എന്തായാലും ഇഷ്ടപ്പെടും. We have to ask you this. Bhagyashree, you've watched Dulquer's films. Tell me some of your favorite Dulquer films. There are so many, but Telugu, he's got a pattern. I want you to identify the pattern. Sometimes. Yeah. I mean, the only pattern is he chooses the best scripts, Uh-huh. I would say. Yeah? Okay. I think he has a thing for, like, the retro period. A retro star. I mean, Mahanati. ഞാൻ സ്വയം ഇന്നത്തെ വിളിക്കുന്നത് അതെന്താ? ആക്ച്വലി ഈ സിനിമ കാത്ത എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോൾ ഞാനൊക്കെ മഹാനടി കഴിഞ്ഞൊരു കൊല്ലം കൊണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആണ് എനിക്കൊരു പിച്ച് ഡെക്ക് പോലെ കുറേ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഒരു ബേസിക് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം എനിക്ക് അയച്ചത്. ഞാൻ പറഞ്ഞു അത് ഇത് വീണ്ടും മഹാനടി ഞാൻ എന്നെ കൊണ്ട് പോയി, ഞാനില്ലെങ്കിൽ എന്നെ എല്ലാവരും പീരിയഡ് സ്റ്റാർ ആക്കും, റെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് പോയി അതൊക്കെ പറഞ്ഞു. ഞാൻ ഗോന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും പക്ഷെ എന്തായാലും അവൻ നീ ഒന്ന് കേട്ടോ ശരിയാണ്. പക്ഷെ ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയുക സക്സസ്ഫുൾ ഗ്രേറ്റ് സിനിമ. അത് ഏത് ജോണറാണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ ഒരു സമയത്ത് ലവ് സ്റ്റോറി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതിലെവിടെയെങ്കിലും നല്ല സിനിമയുണ്ട്, നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്തു.
ഈ ഒരു ചിത്രം കാന്ത ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പീരിയഡ് നോir ഡ്രാമ ത്രില്ലർ. ഇതിലേതാ? ഈ കാരണങ്ങൾ കൊണ്ടല്ല ഈ പടം ഈ 5-6 കൊല്ലമുണ്ട് ലോക്ക് ചെയ്യാൻ. കാരണം ഞങ്ങൾക്ക് തന്നെ ഇത് ഓരോ തവണയും ഏത് ജോണറായിരിക്കും ഇത് എങ്ങോട്ടൊക്കെ ഇത് പോകുന്നത്. സെൽവയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഡയറക്ഷനിലോട്ടും പുള്ളി എഴുതിക്കൊണ്ടിരിക്കും. ഇത് എഴുതി വേറെ എവിടെയെങ്കിലൊക്കെ എത്തുമ്പോൾ ഞങ്ങൾ തിരിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ പടത്തിന് ഒറിജിനൽ ഐഡിയയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഇതൊരു ജോണർ ബെൻഡറാണ്. നിങ്ങളിപ്പോൾ പടം തുടങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോണർ ആയിരിക്കില്ല ഒരു ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ ആയിരിക്കും രണ്ടാം പകുതി. Okay, perfect. That is എനിക്ക് തോന്നിയൊരു ക്വസ്റ്റൻ ആണ്.